പരാതി കൊടുത്തൊരു ചെറുപ്പക്കാരൻ നമുക്കൊപ്പം ഉണ്ട്. എന്താ പേര്? സാർ എൻ്റെ പേര് ദിവിൻ എന്നാണ്. എന്താ സംഭവം നിങ്ങളുടെ പരാതി? സാർ ഞങ്ങളിത് പ്രതിഷേധമായിട്ടല്ല, എന്നാലും ഞങ്ങൾ പ്രത്യാശയുടെ ആശങ്കയുടെ സ്വരമാണിത്. സാർ ഞങ്ങളുടെ 536/2019 റാങ്ക് ലിസ്റ്റ്, ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റ്, ആ ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് ഞങ്ങൾക്ക് എത്താൻ വേണ്ടി എടുത്ത സമയം 4 വർഷമാണ്, മൊത്തം 5 വർഷം. ഈ 5 വർഷത്തിൻ്റെ കാത്തിരിപ്പ് തീരാനുള്ളത് ഇനി 100 ദിവസം. ഈ 100 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് നിയമനം കിട്ടാനുള്ളത് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ കേരളം മൊത്തം. വേക്കൻസി ഉണ്ട് സാർ, 7ഓളം ഫയലുകൾ പാസ്സാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ കൊടുത്ത പരാതികൾ ചെന്നെത്തുന്നത് അത് ഒരിക്കലും ഗവൺമെൻറ് ഞങ്ങൾ കുറ്റം പറയാനല്ല. ചില ഉദ്യോഗസ്ഥരുടെ പിഴവ് കൊണ്ടാവാം, അല്ലെങ്കിൽ അറിയാതെ പറ്റുന്നതാവാം. ആഭ്യന്തര വകുപ്പിന് വെച്ച പരാതികൾ മൊത്തം എത്തുന്നത് ഭക്ഷ്യവകുപ്പിനും സൈനിക വെൽഫെയർ അസോസിയേഷനേക്കാണ്. സാർ ഞങ്ങളുടെ 100 ദിവസമുള്ളൂ. ഞങ്ങളുടെ എത്ര പരാതി കൊടുത്തിട്ടുണ്ടാവും? ഏകദേശം 25,000 അടുത്തെങ്കിലും. 25,000-ഓളം പരാതികൾ നവകേരള സദസ്സിൽ മാത്രം കൊടുത്തു. കേരളം മൊത്തം കൊടുത്തു. അപ്പൊ 6 ലക്ഷം പരാതി 25,000 ഞങ്ങളുടെയാണ്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയൊരു പോൺ വഴി 530/2019 മാക്സിമം നിയമനം നടത്തുക എന്ന് മാത്രമാണ്. പക്ഷേ അത് 100 ദിവസത്തിനുള്ളിൽ എത്രത്തോളം ഞങ്ങൾക്ക് ആശങ്കയാണ്. ഇതൊക്കെ എന്താ മറുപടി കിട്ടിയിരിക്കുന്നത്? സാർ മറുപടി ഈ 45 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കൈമാറിയിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഭക്ഷ്യവകുപ്പും സൈനിക വെൽഫെയർ അസോസിയേഷൻ. കൈമാറേണ്ട സാറ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എന്തുകൊണ്ട് എത്തുന്നില്ല അവിടെ വരെ യഥാർത്ഥ കൈകളിൽ എത്താൻ വേണ്ടി ഞങ്ങൾ ഇന്നും കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സാറിന്റെ കൈകളിൽ എത്താൻ വേണ്ടി ഞങ്ങൾ അവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ അത് ഇന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾ എത്രത്തോളം വലിയൊരു ആശങ്കയാണെന്ന് മനസ്സിലാക്കി പരിശോധിക്കാം. മറുപടി കൃഷ്ണപ്രസാദ് പറയട്ടെ. അതിന് മുമ്പ് ഒരു പ്രതികരണം കൂടി പറഞ്ഞാട്ടെ. ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. നവകേരള സദസ്സ് ബാക്കി പത്രം എന്താണ്? പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. ഈ ചർച്ചയിൽ ഉന്നയിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, പ്രതിപക്ഷം എന്തിനാണ് വിയോജിക്കുന്നത്? എന്തിനാണ് വിയോജിപ്പെന്ന് ഇതുവരെ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് വിയോജിപ്പ്? എന്താണ് രീതി? ഈ 10,000-കണക്കിന് ജനങ്ങൾ അണിനിരന്ന ഈ മഹാസമ്മേളനത്തോടാണ് ഇവർക്ക് വിയോജിപ്പ്. 10,000-കണക്കിന് ജനങ്ങൾ വന്ന് അവരുടെ ആശങ്കകൾ ഈ സർക്കാരിന് മുമ്പിൽ പറയുകയാണ്. ഈ നവകേരള സദസ്സ് ബാക്കി വെച്ച് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സർക്കാർ ഈ 7 വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. ഇതാണ് പ്രഭാത യോഗം. ഏലൂരിൽ പറയട്ടെ, ഈ ഏലൂര് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗം വിജയലക്ഷ്മി അവർ ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു. അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രഭാത യോഗത്തിൽ ഇവർ ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. വീഡിയോ ഒക്കെ കണ്ട് വായി തോന്നിയൊക്കെ പറയാം. പക്ഷേ ഈ നമ്മളൊരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ മാന്യമായി സംസാരിക്കാൻ തയ്യാറാകണം. അറിയാത്ത കാര്യങ്ങൾ പറയരുത്. പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ഒരു ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹം പറഞ്ഞു തരും എന്താണ് പ്രഭാത യോഗത്തിൽ നടന്നതെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന കൊടിയ അവഗണനയാണ്. ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, 3.5% നമുക്ക് വായ്പാ പരിധിയുണ്ട്. 0.5%. പിന്നെ അതെല്ലാം വെട്ടിച്ചുരുക്കി 1.5 ചുരുക്കി. എന്താ 1.5 ചുരുക്കിയത്? ആയിക്കോട്ടെ, ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് 3.8, അത് 1.9 ചുരുക്കി. ഇങ്ങനെ കേരളത്തിന് കിട്ടാനുള്ള 61,000 കോടി രൂപയെ കുറിച്ചാണ് കേരളത്തിലെ സർക്കാർ ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം കേൾക്കാനാണ് ഈ നാട്ടിലെ ജനങ്ങൾ തടിച്ചുകൂടിയത്. മൂന്നാമത്തെ കാര്യം, ഈ മഹാജനസംഖ്യ മുഖ്യമന്ത്രി സംസാരിച്ച് പകുതി ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ. എങ്ങനെ എഴുന്നു പോകുന്നു? അവർ രാവിലെ അവർ അനേകം സമയം മണിക്കൂറുകളോളം ചെലവഴിച്ച ആളുകളാണ്. നേരത്തെ വന്ന ആളുകൾ നേരത്തെ വീട്ടിൽ പോകാൻ അവർക്ക് പോകാൻ പാടില്ലേ? അല്ല, നേരത്തെ വീട്ടിൽ പോകാൻ പാടില്ലേ? നിങ്ങൾ എന്ത് ചോദിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് തന്നെയാണ് അവർ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു, അവർ അവരുടെ പരാതി കൊടുത്തു. അവർ വരുന്ന മൂന്നാമത്തെ ഒരു കാര്യം, പരാതി കൊടുക്കുകയാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ പരാതി ഉണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരെ, കേരള സർക്കാരിനെതിരെ അല്ല പരാതി. പരാതി വ്യക്തിപരമാണ്. വ്യക്തിപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് പരാതി